വിജയദശമിയുടെ കാലത്ത് വീട്ടിൽ അടിക്കൽ തൊടിക്കൽ പാത്രം കഴുകൽ വീട് വൃത്തിയാക്കൽ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാനും പൊന്നൂസും കൂടി വണ്ടി കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ മോനേട്ടന് ഇതാ കാലത്ത് ഒരു പണിയും ഇല്ല, മിണ്ടാതിരിക്കും. അപ്പോൾ ഇതങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു വണ്ടിക്ക് ഇച്ചിരി ചന്ദനം തൊട്ട് കൊടുക്കാനായിട്ട് നിന്നാണ്. എന്തായാലും ഈ വർഷം നമ്മളിവിടെ പൂജയൊന്നും കഴിക്കണില്ല, എന്നാലും ഇച്ചിരി ഉമ്മറത്തും ഡോറിലൊക്കെ ഒന്ന് ചന്ദനം തൊട്ട് കൊടുത്താണ്. അങ്ങനെ ഇതാ ഞങ്ങൾ 3 പേരും റെഡി ആയിട്ടോ. അപ്പം നമ്മളൊന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയതാണ്. അങ്ങനെ ഇതാ നമ്മൾ കാവശ്ശേരി എത്തി. നമ്മൾ പരിക്കട്ട് അവലിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ അമ്മയെ കാണാതെ എന്ത് സന്തോഷമല്ലേ നമുക്ക്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷെ മോനേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മോനേട്ടന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പൊന്നൂസിനെ എഴുത്തിനിരുത്തിയതും നമ്മൾ പരിക്കട്ടവിൽ തന്നെയായിരുന്നു. ആ വർഷമാണ് മോനേട്ടൻ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതും പാലക്കാട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കാലത്താണ് എത്തിയത്. പൊന്നൂസിനെ എഴുത്തിനിരുത്തലും കഴിഞ്ഞു, കാലത്തത്തെ ഭക്ഷണം കഴിച്ച് വീണ്ടും പോയി. ഇപ്രാവശ്യം പിന്നെ വയ്യാത്തത് കാരണം എല്ലാ പരിപാടികൾക്കും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്മയൊക്കെ തൊഴുതി പ്രസാദമൊക്കെ മേടിച്ച് ചുറ്റമ്പലമൊക്കെ ഒന്ന് വലം വെച്ചു കേട്ടോ. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 9 മണിയോട് അടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് അത്ര കാണാനില്ല. ഒരു 7 മണി 7:30 ആ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഈ സമയമായതുകൊണ്ട് തന്നെ എഴുത്തിനിരുത്തുന്ന കുട്ടികളൊക്കെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വരിയൊക്കെ നിന്നിട്ടായിരിക്കും ആവുണ്ടാവുക കേട്ടോ. പുറത്തിവിടെ വാഹന പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഹൽവ, പൊരി, കരിമ്പ്, പിന്നെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇതാ നമ്മുടെ സ്വന്തം പൂരപ്പറമ്പ് ആലിഞ്ചുവട്. അപ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഇതാ നമ്മുടെ ആലിഞ്ചുവട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞതിൻ്റെ നെല്ല് വൃത്തിയാക്കൽ, അതായത് നെല്ല് കാറ്റത്തിടൽ, നെല്ല് ഉണക്കൽ, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പൊന്നൂസും കൂടി ക്യാമറയായിട്ട് ഇങ്ങനെ വന്നു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം കാവശ്ശേരി. എൻ്റെ കാവശ്ശേരിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സ് ഏത് സമയത്തും ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ തിരക്കായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കടയിലെ കുട്ടി പ്രസാദമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോൾ പണിയെടുക്കുന്ന ചേച്ചിമാരെല്ലാവരും കൂടി അവനെ വളഞ്ഞ് ആ പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ അത് അച്ഛനും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ പ്രസാദത്തിൽ നിന്ന് അച്ഛന് കൊടുക്കാൻ തന്നു. അച്ഛന് പല്ലില്ലാത്തത് കാരണം തന്നെ അച്ഛന് പാവം ഒന്നും പറ്റില്ല. അപ്പോൾ 2 കൽക്കൻ്റെ അടുത്ത് അച്ഛൻ വായിലിട്ടുണ്ടായിരുന്നു. ഇതാ എൻ്റെ അമ്മ, എൻ്റെ സ്വന്തം അമ്മ. എൻ്റെ അമ്മനെ കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു ചെറിയ കുട്ടിയാവും. പണ്ട് ഇതുപോലെ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് ഞാൻ കഞ്ഞിയൊക്കെ കൊണ്ടുപോകാറുണ്ട് ഉച്ചയ്ക്ക്. എന്നിട്ട് അമ്മ അതായി നെല്ല് ചിക്കണ പോലെ ഞാനൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ അമ്മ കൊയ്യാൻ പോയ സമയത്ത് കറ്റയൊക്കെ തലയിലെടുത്ത് നടക്കണമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ഞാൻ അമ്മനെ സഹായിച്ചിട്ടുണ്ട്. എനിക്കിത് എവിടെ പറയാൻ ഒരു മടിയുമില്ല. നിങ്ങൾക്ക് കേൾക്കണം. ഓ കേട്ടല്ലോ അല്ലേ. കൂടെ പണിയുടെ ചേച്ചിമാരോടൊക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം വീട്ടിൽ പോയി ചെയ്യേണ്ട പണികളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് അമ്മ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ആൽത്തറയിലെ സ്ഥിരം ചങ്ങാതി കൂട്ടങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ വിശേഷം ചോദിക്കുമ്പോഴേക്കും അച്ഛൻ ദാ കടയിലേക്ക് വന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആൽത്തറയിലെ പ്രധാന കടകൾ. അങ്ങനെ അതും കഴിഞ്ഞ് അച്ഛൻ ഇവിടെ പാല് മേടിക്കാൻ വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് പാല് മേടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ നടന്നുപോയി. അപ്പോഴാണ് നമ്മുടെ പാടത്ത് നിറയെ താറാക്കോഴിക്കൂട്ടങ്ങളെ കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇങ്ങനെ നിന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒന്നും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ. എൻ്റെ വീടെത്തി. അങ്ങനെ ഞങ്ങളിതാ വന്ന് വീടെത്തി. പൊന്നൂസിൻ്റെ പുസ്തകമൊക്കെ ഇവിടെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ പുസ്തക പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ നീക്കി വെച്ചു. പിന്നെ പുസ്തകത്തിലേക്ക് അച്ഛൻ കുറിയിട്ട് കൊടുത്തു. കഴിഞ്ഞ വർഷം അച്ഛൻ തന്നെയാണ് പൊന്നൂസിൻ്റെ പുസ്തകങ്ങളൊക്കെ പൂജിച്ചത്. ഈ വർഷം പിന്നെ നമുക്ക് അവിടെ പൂജിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അച്ഛൻ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നു. എന്ത് തന്നെയായാലും എൻ്റെ അച്ഛൻ ചെയ്തു തരുമ്പോൾ അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു തൃപ്തിയാണ്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പുസ്തകം എടുത്ത് പൊന്നൂസിന് കൊടുത്തു. കുറച്ച് സമയം ആളതൊന്ന് വായിച്ചു. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം പ്രസാദം എടുത്ത് എല്ലാവർക്കും പങ്കാണ്. ഇതിൽ വലിയ കടലയുണ്ടല്ലോ, നമ്മളിവിടെ ചുണ്ടൽ എന്ന് പറയും.
അത് വെച്ചതുണ്ട്. പിന്നെ വെള്ളപ്പയർ ശർക്കരയിട്ട് വേവിച്ച് വെച്ചതുണ്ട്. പിന്നെ അവലും ചെറുപഴവും നാളികേരവും ശർക്കരയൊക്കെ കൂടെ കുഴച്ചത്, അങ്ങനെ അത്രയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കാലത്തത്തെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇവിടെ കാലത്ത് ദോശയും ഉള്ളി സാമ്പാറും ആയിരുന്നു കേട്ടോ. ഇവിടെ മോനേട്ടനും പൊന്നൂസും കൂടി ഇരുന്ന് ബിഗ് ബോസ് കാണുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനും ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ പായസം വെക്കലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് പായസമാണ് വെക്കുന്നത്. അതിനുശേഷം പപ്പടവും കൂടെ കാച്ചിയെടുത്തു. അപ്പോൾ അങ്ങനെ പപ്പടവും വറുക്കലും കഴിഞ്ഞു. ഉച്ചയ്ക്കലേക്കുള്ള ഊണും തയ്യാറായിട്ടുണ്ട്. കാലത്ത് ഭക്ഷണം വൈകി കഴിച്ചത് കാരണം തന്നെ ഇവിടെ ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് നമ്മൾ ഉച്ച ഭക്ഷണത്തിന് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇഞ്ചിപ്പുളി, പിന്നെ നമ്മൾ പൂജയ്ക്ക് വെച്ചിട്ടുള്ള ചുണ്ടൽ, പിന്നെ പയറ് തോരൻ, കൂട്ടുകറി, അവിയൽ, പപ്പടം, പഴം, പിന്നെ ചോറ്, സാമ്പാർ, മോര്, പിന്നെ ചെറുപയർ പരിപ്പ് പായസം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പൊന്നൂസിന് പായസം ഒഴിച്ചു കൊടുത്തു. പൊന്നൂസിന് പഴമൊക്കെ വെച്ച് കൊടുക്കുന്നത് വെറും വേസ്റ്റാണ്. പായസം കഴിക്കണതേ ആർക്കാനും വേണ്ടിയിട്ട് കുറച്ച് പായസം പേരിന് കഴിക്കും. പഴമൊക്കെ അവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ പായസം കഴിക്കുമ്പോഴാണ് പൊന്നൂസിൻ്റെ പഴവും കൂടെ ചേർത്ത് ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ പപ്പടവും എൻ്റെ പഴവും പിന്നെ പൊന്നൂസിൻ്റെ പഴവും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു പിടി പിടിച്ചു. പിന്നെ ഇതിനിടയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചവരെ പണിയുണ്ടായിരുന്നുള്ളൂ. അമ്മ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിക്കാറാകുമ്പോഴേക്കും ഞങ്ങളുടെ കൂടെ വന്ന് നിന്നു. എന്നിട്ട് എനിക്ക് പായസമൊക്കെ വിളമ്പി തന്നു. പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ അച്ഛൻ തറയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മ ഭക്ഷണം കഴിച്ചു. അമ്മ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കി തരികയാണ്. ഉപ്പേരിയും അവിയലും കൂട്ടുകറിയും അങ്ങനെ എല്ലാം ആക്കി. അതിനിടയിൽ അച്ഛൻ ഇവിടെ അരി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതും കൂടെ പൊതിഞ്ഞ് കെട്ടുകയാണ്. പിന്നെ കുറച്ച് വാളം പുളിയാണ് കേട്ടോ, അത് പുളിയും ആക്കി തന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, എന്തൊക്കെ തന്നു വിടാൻ പറ്റും അതെല്ലാം തന്നു വിട്ടു. കുറച്ച് പച്ചക്കറികളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു നാണവമാനമൊന്നുമില്ല, എല്ലാം ഞാൻ വാരിപ്പെറുക്കി. അങ്ങനെ അമ്മ അതെല്ലാം സഞ്ചിയിലാക്കി തരുന്നു കേട്ടോ. പായസം കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പൊന്നൂസിന് അവിടെ പോയി കൊടുക്കാനായിട്ട്. ഇത് കുറച്ച് ദോശമാവാണ്, രാത്രിക്ക് ഞങ്ങൾക്ക് പോയി അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡിയായി ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ളതാണേ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.